വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ കുറേ നാളായില്ലേ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ നിലവിൽ പ്രഗ്നൻസി സ്റ്റേജിലാണ്. അപ്പോൾ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയ്ക്ക് മുന്നിൽ വരാത്തത്. അപ്പം ഇന്ന് ഞാൻ വീഡിയോയിൽ വരാൻ കാരണം മറ്റൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ലേഡി, അത് കുറച്ച് വൈറലായിട്ടുള്ളൊരു കപ്പിൾസും അവരുടെ ഫാമിലിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം പ്രവീൺ പ്രണവ്, അവരുടെ ഡാൻസും കാര്യങ്ങളും വ്ളോഗുകളും കാര്യങ്ങളൊക്കെ. അപ്പം അവരെ സംബന്ധിക്കുന്ന ഒരു വിവാദ വിഷയം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന കാര്യം നമുക്കറിയാം. അപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ വീഡിയോ കണ്ടതിൻ്റെ പേരിൽ ഞാൻ വിചാരിച്ചു എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ ആയിട്ട് പോലും ഞാൻ വന്നത്. ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, നിലവിൽ ഇഷ്യൂ എന്താണെന്നുള്ളത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ ഫേമസ് ആയിട്ട് യൂട്യൂബിലാണെങ്കിലും അതേപോലെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഡാൻസ് റീൽസ് ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് വൈറലായ ഒരു ഫാമിലിയാണ് പ്രവീൺ പ്രണവ്. വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. പ്രവീൺ ആണെങ്കിലും പ്രണവാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് അവർ റീലിൽ കാണിക്കുന്ന സന്തോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല, അവരുടെ റിയൽ ലൈഫിൽ എന്ന് തെളിയിച്ചുകൊണ്ട് തെളിവുകൾ ഉൾപ്പെടെ അവരുടെ ഫാമിലിയിലുണ്ടായ പേഴ്സണൽ മാറ്റേഴ്സ് അവർ പബ്ലിക്കിന് മുന്നിൽ ഷോ ചെയ്ത് രണ്ട് കൂട്ടരും, അതായത് പ്രവീൺ ആണെങ്കിലും പ്രണവാണെങ്കിലും രണ്ട് കൂട്ടരും രണ്ട് വീഡിയോസ് പബ്ലിക്കിന് മുന്നിൽ എന്താ പറയുക കാട്ടിയിരുന്നു. അത് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഫാമിലി ഇഷ്യൂസ് തുറന്ന് കാട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ നോക്കിയിരിക്കുകയാണ്. അവർ ഇച്ചിരിയുള്ള പ്രശ്നമാണെങ്കിൽ പോലും, ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നല്ല നമ്മളുടെ തൊട്ടടുത്താണെങ്കിൽ പോലും ഒരു ചെറിയ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു തീപ്പൊരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആളെ കത്തിക്കാനല്ലേ മനുഷ്യർ നോക്കൂ. ഫസ്റ്റിലെ പ്രവീൺ ആണെങ്കിലും പ്രണവാണെങ്കിലും ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമോശമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയിൽ അത് എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ, ഒരു ഫാമിലി ആകുമ്പോൾ പല പല ഇഷ്യൂസ് ഉണ്ടാകും. ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന പല പല ഇഷ്യൂസും സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യുക. അത് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പിയത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് വ്യൂവേഴ്സിനെ കിട്ടും എന്നുള്ളതല്ലാതെ എന്ത് കിട്ടാനാണ്? പിന്നെ കുറേ കമൻസിനകത്ത് എന്താ പറയുക, കുറേ ഫാൻസുകാർ വന്നിട്ട് അഭിപ്രായം പറയും, അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷേ യഥാർത്ഥ സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും രണ്ട് കൈയും ഒരുമിച്ച് കൊട്ടിയെങ്കിൽ മാത്രമേ സൗണ്ട് ഉണ്ടാവത്തുള്ളൂ. സോ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടാവും, നിങ്ങളുടെ പാരൻസിൻ്റെ ഭാഗത്തും തെറ്റുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ പാരൻസിന് എതിരെ കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ അടുത്ത് അവർ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പും അതേപോലെ വീഡിയോ ക്ലിപ്സും ഒക്കെ തെളിവുകൾ ഉൾപ്പെടെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. സോ അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ റൈറ്റ്സ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കോണ്ടാക്ട്സ് ഒക്കെ വന്നു. അപ്പം മനുഷ്യാവകാശ നീതി അവർക്ക് സ്വന്തമായിട്ട് എന്താ പറയുക, നിങ്ങൾക്കെതിരെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കേസെടുക്കാം, പോലീസിന് സ്വയമേ കേസെടുക്കാം. അങ്ങനെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എത്ര പരാതി ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങളുടെ പേരൻസിനെതിരെ ഒരു ഗർഭിണിയായ സ്ത്രീയെ ഉപദ്രവിച്ച കേസിൽ സ്വന്തമായിട്ട് കേസെടുക്കാം. കേസെടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പം ആ കുട്ടി പരാതി ഇല്ല എന്ന് പറഞ്ഞാലും നാളെ എന്തെങ്കിലും മറ്റൊരു ഇഷ്യൂ വന്നാൽ പോലും നിങ്ങളുടെ അമ്മയ്ക്കായിരിക്കും അത് പിന്നീട് പ്രോബ്ലം വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനായിരിക്കും പിന്നീട് പ്രോബ്ലം വരുന്നത്. സോ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾക്ക് തന്നെയായിരിക്കും പിന്നീട് ഇതിനുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഈ പ്രശ്നത്തിൻ്റെ പിന്നാലെ നാണക്കേട് കാരണം അവർക്ക് ചിലപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും. അതേപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകൾ, ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും അറിയാത്ത ആളുകൾ തന്നെ ഒരുപാട് എന്താ പറയുക മോശപ്പെട്ട കമൻസ് ഇടുന്നുണ്ട്, മോശപ്പെട്ട രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇനി പുറത്തിറങ്ങി അവരെ ഫേസ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ വന്നിട്ട് നേരിട്ട് ഡയറക്റ്റ് ചോദിക്കും. സോ പേഴ്സണലി അത് അവർക്ക് എന്താ പറയുക, അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് പിന്നീട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാവും. സോ ഇങ്ങനെ ഇതിപ്പം ദശലക്ഷക്കണക്കിന് ആളുകൾ പോലും കണ്ട് വൈറലാക്കുന്ന ഒരു സബ്ജക്റ്റ് ആക്കട്ടെ യാതൊരുവിധ കാര്യവുമില്ലായിരുന്നു. ഇതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇഷ്യൂ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ പേരൻസിനെ ഇതേപോലെ എന്താ പറയുക നിയമപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത വ്യക്തികളായിരുന്നെങ്കിൽ നിങ്ങളൊരു കാരണവശാലും അങ്ങനെ ഒരു വീഡിയോ ഈ പറഞ്ഞ തെളിവ് ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി ആയാലും നിങ്ങൾ അത് ഇപ്പം ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇട്ട ആ സെക്കൻഡിൽ തന്നെ ഒരുപാട് ആളുകൾ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും അത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സോ ഇനിയെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റാറ്റസ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനിയെങ്കിലും ഇതേപോലെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്ക് ഒരു കണ്ടന്റ് ആക്കി കൊടുക്കാനുള്ള സബ്ജക്റ്റ് എന്ന രീതിയിൽ നിങ്ങളുടെ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക, പബ്ലിക്കിനെ അറിയിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ ആണെങ്കിലും ഇപ്പം സ്വാഭാവികമായിട്ട് ആ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നൊക്കെ അവരുടെ പേരൻസ് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വലിയ സംഭവമാണ്. ശരിയാണ്, രണ്ട് കൂട്ടർ തമ്മിൽ വഴക്കിടുന്ന സമയത്ത് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചിലർ പറഞ്ഞെന്നിരിക്കും. അതാ അന്നേരം ആ സഡൻലി ഉണ്ടാകുന്ന ദേഷ്യത്തിൻ്റെ പിന്നാലെ ആയിരിക്കാം ചിലപ്പോൾ പ്രതികരിക്കുന്നത്. ഒരുപക്ഷെ അത് മനസ്സിൽ വെച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല. ഇപ്പം നമ്മളുടെ അച്ഛനും അമ്മയാണ്, അവർ ഒരുപക്ഷെ നമ്മളോട് സംസാരിക്കുന്ന കൂട്ടം നീ ഇറങ്ങിപ്പോടാ എന്ന് പറയും. അതിപ്പം ഈ പറയുന്ന നിങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല, മറ്റൊരാളുടെ കുടുംബത്തിലാണെങ്കിൽ പോലും ഒരു ഇഷ്യൂ നടക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയും. നമ്മൾ തിരിച്ച് അച്ഛനെയും അമ്മയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നിരിക്കും. അപ്പോൾ അതൊക്കെ അന്നേരം പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു വയലൻസിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു ചെറിയ കുറച്ച് സെക്കൻഡ്സ് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രം വരുന്ന കുറച്ച് വികാരങ്ങൾ മാത്രമാണ്. കുറച്ച് നേരം കഴിഞ്ഞൊന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് ശാന്തമാവുന്ന സമയത്ത് അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പോലും തോന്നും. കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഈ ഇഷ്യൂസൊക്കെ മാറി വീണ്ടും അവർ ഒന്നിക്കുകയും ചെയ്യും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് എന്തിനാ ഇങ്ങനെ പബ്ലിസിറ്റി നിങ്ങൾ കൊടുത്ത് സ്വന്തമായിട്ട് തന്നെ നാർന്ന് പിന്നെ അതിനെ അലക്കി തേച്ച് വെളുപ്പിക്കാനായിട്ട് നിൽക്കുന്ന വേറെ കുറേ പരിപാടികൾ. ആളുകൾക്കൊരു ചെറിയ കണ്ടന്റ് മാത്രം കിട്ടിയാൽ മതി. സോ ഇനിയെങ്കിലും ഇത്തരം ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ കാണും. അതേപോലെ വഴക്കിൻ്റെ വീഡിയോസും വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. ദയവ് ചെയ്ത് നിങ്ങൾ പബ്ലിക്കിന് മുന്നിൽ അത് ഷോ ചെയ്യാതിരിക്കുക. അതായിരിക്കും നിങ്ങൾക്കും നല്ലത്. കാരണം ഇത് സ്വയമേ പോലീസൊക്കെ കേസെടുത്ത് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ പ്രോബ്ലംസ് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് കണ്ടതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ദയവ് ചെയ്ത് ഈ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കി തേക്കുന്ന ആളുകൾ അവരുടെയും അവരുടെ വീട്ടുകാരുടെയും മാനസികാവസ്ഥ കൂടെ ഒന്ന് പരിഗണിച്ചിട്ട് അലക്കി തേക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ കുടുംബത്തിലും ഇതേ വിഷയങ്ങളൊക്കെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ വരാം, അല്ലെങ്കിൽ നേരത്തെ നടന്നിട്ടുണ്ടാകും. അതൊക്കെ അങ്ങ് പാടെ മറന്നുകൊണ്ട് ഇമാതിരി ആളുകളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ആളുകൾ വീഡിയോസ് ഒന്നും നിർത്താമോ? സോഷ്യൽ മീഡിയ ഇപ്പം തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഗൈസ്, അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.